അപ്പൊ ഈ കമന്റ് കണ്ടല്ലോ, നമ്മുടെ ലല്ലൂസിന്റെ ഹെയർ കെയർ ഓയില് അതായത് കുളിക്ക് ശേഷം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ഒരു കമന്റ്. റിപ്ലൈ മസ്റ്റ് ആയിട്ടും തരണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ റിപ്ലൈ ചെയ്യുവാണ്. അതായത് ഇപ്പം നിങ്ങൾ പണ്ട് തൊട്ടേ ഇതേപോലെ ആഫ്റ്റർ കുളിച്ച ശേഷമാണ് ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ ലല്ലൂസിന്റെ ഹെയർ കെയർ ഓയിലും അങ്ങനെ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ശീലം ഉണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്ക ആൾക്കാരോടും ഇതേപോലെ ഓയില് കുളിക്ക് ശേഷം യൂസ് ചെയ്യാൻ പറയത്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണ തലയിൽ ഇരുന്നിട്ട് നമുക്ക് നീരിറക്കം ഇഷ്യൂ ഒക്കെ ഉണ്ടാകും. നമ്മുടെ നല്ല ഏത് എണ്ണയാണെങ്കിലും കുളിക്ക് ശേഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ നീരിറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുളിയുടെ ശേഷം ലല്ലൂസിന്റെ ഹെയർ കെയർ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറില്ല. നിങ്ങൾക്ക് ശീലം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മുടെ ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് കയറി കാണുക. അതായത് ആഴ്ചയിൽ 3 വട്ടം നമ്മുടെ ലല്ലൂസിന്റെ ഹെയർ കെയർ ഓയിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ആഫ്റ്റർ വാഷ് നമ്മുടെ ലല്ലൂസിന്റെ ഷാമ്പു കൊണ്ട് നമുക്ക് ഹെർബലായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഷാമ്പു എന്ന് പറയുമ്പോൾ ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. തല ചൊറിച്ചില്, അതുപോലെ തന്നെ താരന്റെ ഇഷ്യൂ, പിന്നെ അതുപോലെ തന്നെ പേന്റെ ശല്യമൊക്കെ ഉള്ളവർക്ക് അടിപൊളിയാണ്. ആഴ്ചയിൽ ഒരു 3 വട്ടം ഇതേപോലെ ആഫ്റ്റർ വാഷിൽ നമ്മുടെ ഷാമ്പും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏകദേശം താരന്റെ പ്രശ്നങ്ങളും അതുപോലെ പേശല്യം ഒക്കെ കുറയാൻ നല്ലതാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ ഒരുപാട് കെമിക്കൽ ഇല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്.